गायत्री मंत्र, सद्बुद्धि का मंत्र। ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि ധിയോ യോ നഃ പ്രചോദയാത്. ഇന്നത്തെ കഥയാണ് സമ്പാദ്യം ഉപയോഗപ്രദമായി. അർത്ഥവാസു ഒരിക്കലും പ്രതാപത്തിൻ്റെ ജീവിതം നയിക്കുകയോ ബിസിനസ്സിൽ വലിയ ലാഭം നേടിയതിനു ശേഷവും തൻ്റെ കുടുംബത്തെ ആഡംബരത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയോ ചെയ്തില്ല. ബന്ധുക്കളെ പരിപാലിക്കുക, പഠിപ്പിക്കുക, വസ്ത്രം കൊടുക്കുക എന്നീ സാധാരണ സാമൂഹിക ചുമതലകൾ അദ്ദേഹം ഒരിക്കലും അവഗണിച്ചില്ല. അതുകൊണ്ടാണ് ബന്ധുക്കൾ അദ്ദേഹത്തെ എന്നും ബഹുമാനിച്ചിരുന്നത്. മാറ്റത്തിൻ്റെ പേര് എന്നാൽ സൃഷ്ടി, ചലനം, ജീവിതം എന്നൊക്കെയാണ്. ഒരു രാജാവും പ്രഭുക്കന്മാരും കാലത്തിൻ്റെ കഠിന പ്രഹരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ തൊണ്ടയിൽ ഒരു തുള്ളി പോലും വീണില്ലെങ്കിൽ അത് വീണ്ടും വീടില്ല. വരൾച്ച രാജഗൃഹത്തെ ഒരു ശ്മശാനമാക്കി മാറ്റി. ചുറ്റും പട്ടിണിയായിത്തീർന്നു. ആളുകൾ പട്ടിണിയിലായി. അർത്ഥവാസു മനുഷ്യ സംവേദനക്ഷമതയിൽ കുതിർന്നിരുന്നു. രാജഗൃഹത്തിലെ പൗരന്മാർക്ക് അർത്ഥവാസു തൻ്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. വസ്തുവകകൾ മുഴുവൻ മാറ്റി. ഒരു ചില്ലിക്കാശും മുടക്കി ആരും അർത്ഥവാസുവിനെ കണ്ടിട്ടില്ല. യുഗപീഡനങ്ങളുടെ വേദന അവൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങളെ പൂർണ്ണമായും തുറന്നു. അവൻ്റെ എല്ലാം പാഴായിപ്പോയി. പക്ഷേ രാജഗൃഹത്തിൻ്റെ നിസ്സഹായവും ആശ്രയത്വമില്ലാത്തതുമാണെന്ന് ആരെയും അനുഭവിക്കാൻ അവൻ്റെ ഹൃദയം അനുവദിച്ചില്ല. ഇത് കേട്ടപ്പോൾ ശ്രീ ബുദ്ധൻ സന്തോഷിച്ചു. ഭഗവാൻ ബുദ്ധൻ തന്നെ ഇന്ന് അർത്ഥവാസുവിനെ കാണാനെത്തി. ഭൃത്യൻ വിളിച്ചു പറഞ്ഞു, ശ്രേഷ്ഠൻ, എഴുന്നേൽക്കൂ. തഥാഗതൻ ഇന്ന് നിങ്ങളുടെ വാതിൽക്കൽ വന്നിരിക്കുന്നു. അർത്ഥവാസു കണ്ണു തുറന്നു. തഥാഗതൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ വായിൽ നിന്ന് വന്നത് ഇത്രമാത്രം: അർത്ഥവാസു. വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ ജനപ്രീതിയില്ലാത്തവനായിരുന്നു. നിങ്ങളുടെ ത്യാഗം ഇന്ന് മുഴുവൻ രാജകൊട്ടാരത്തെയും സംരക്ഷിച്ചു.